കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ട് ലൈക്കും, കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും പ്രധാനപ്പെട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്കുള്ള പ്രചോദനം കൂടിയാണ്. ഇത്രയും കാലം ലൈക്ക് സപ്പോർട്ടും തന്ന് മുന്നോട്ട് നയിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു ശ്രീകാന്തും വർഷയും വന്നത് ഏറ്റവും ദേഷ്യം സച്ചിക്കായിരുന്നു. കാരണം ഉള്ള മുറിയും കൂടെ പോയി കിട്ടി. ശ്രീകാന്തിനും വർഷയ്ക്കും മുറിയില്ലാത്തതുകൊണ്ട് ചന്ദ്രമതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യട്ടെ, അവര് നിങ്ങൾ കിടക്കുന്ന മുറി കിടന്നോട്ടെ എന്ന് പറയാണ്. എന്ത് ചെയ്യാനാ, രേവതിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? രേവതി മുറിയൊക്കെ അങ്ങനെ അലങ്കരിച്ചു വെച്ചോ, കാരണം ആദ്യരാത്രിയല്ലേ ഈ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷമുള്ളേ. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമല്ലോ. അങ്ങനെ മുറിയൊക്കെ അലങ്കരിച്ചു. സച്ചിക്ക് നല്ല ദേഷ്യമാണ്. സച്ചി എന്ത് ചെയ്യാണ്, മുകളിലത്തെ ടെറസിലേക്ക് അങ്ങോട്ട് പോവാണ്. ഇനിയിപ്പം ടെറസെങ്കിൽ ടെറസ എവിടെയെങ്കിലും കിടന്നല്ലേ പറ്റുള്ളൂ. ചന്ദ്രമതിക്കാണെങ്കിൽ യാതൊരു കുലുക്കമില്ലായിരുന്നു. പിന്നീട് വർഷയെ ശ്രീകാന്തും കൂടെ പുറത്തു പോയിട്ട് അങ്ങനെ വരുവാണ്. അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ചന്ദ്രമതി വാ വരാനും പറഞ്ഞോണ്ട് ഓടിച്ചെന്നിട്ട് വർഷയുടെ കൈയും പിടിച്ചോണ്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് ഇരുത്തുവാണ്. അല്ല മോളെ, ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിക്കാണ്. വേണ്ടമ്മേ, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചെന്ന് പറയണേ. പുറത്തുനിന്ന് കഴിച്ചോ? അതെന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് ചോദിക്കാണ്. ഇവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പത്തിന്റെ രേവതി വന്നിട്ട് പറഞ്ഞു, അല്ല ഞാൻ നിങ്ങൾക്കൂടെയുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പറയണം. അത് വേണ്ട രേവതി അടുത്തി, അതെ ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നേന്ന് പറയണം. ഇത് കേട്ടോ ശ്രുതി പറഞ്ഞു, അത് കൊള്ളാലോ, അപ്പൊ പുറത്തുനിന്നൊക്കെ ഫുഡ് പോയി കഴിക്കാറുണ്ടല്ലേ എന്ന് പറയണേ. ഞങ്ങൾ അവിടെയാണെങ്കിൽ ഇങ്ങനെയാ, ഞാൻ ശ്രീകാന്തും ഇടയ്ക്ക് ഞങ്ങൾ പുറത്തു പോയി ഫുഡൊക്കെ കഴിക്കുമെന്ന് പറയാം. ചന്ദ്രമതി പറഞ്ഞു, ഇനിയിപ്പൊ അതൊന്നും വേണ്ട കേട്ടോ, പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് വയറൊന്നും കേടാക്കണ്ട, ഇവിടെ നല്ല ഫുഡ് തന്നെയാ തരുന്നേന്ന് പറയാണ്. ഇനിയിപ്പം മോൾക്ക് ഇനിയിപ്പം അങ്ങനെ അത് വേണ്ടാന്നുണ്ടെങ്കിൽ മോള് പറഞ്ഞാൽ മതി, മോൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി തന്നോളാന്ന് പറയാം. പിന്നീട് വർഷയോട് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യാം, പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാൻ പറയണ. അതെ ആന്റി പറഞ്ഞില്ലെങ്കിലും ഞാൻ കുളിക്കൂന്ന് പറയാം. അതെന്താ അങ്ങനെ പറഞ്ഞേ? എനിക്ക് വൈകുന്നേരം കുളിക്കാതെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അല്ലെ ശ്രീകാന്തിനോട് ചോദിച്ചു നോക്ക്, കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല എന്ന് പറയാണ്. ഓ അങ്ങനെയല്ലേ. അല്ല ആന്റി ഇപ്പൊ എന്തിനാ ആന്റി കുളിക്കാൻ പറഞ്ഞേ? അല്ല അത് പിന്നെ ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആദ്യത്തെ ദിവസമല്ലേ, കല്യാണം കഴിഞ്ഞിട്ടോ? എന്താ പ്രത്യേകത? കല്യാണം കഴിഞ്ഞിട്ട് ഒരു പ്രത്യേകത കാണുന്നില്ല എന്ന് പറയാണ്. ഒരു പ്രത്യേകത ഇല്ലേ? അല്ല മോളെ, കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം ആദ്യ ദിവസം കുറെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്ത് ചടങ്ങ്? ചടങ്ങുകളൊക്കെ മുമ്പ് നടത്തിയായിരുന്നല്ലോ. വിളക്ക് കൊളുത്തി കയറ്റി, പിന്നെ ഞാൻ പൂജാമുറി വിളക്ക് വെച്ചു, എല്ലാം നടന്നല്ലോ. ഇനി എന്ത് ചടങ്ങാ ഉള്ളതെന്ന് ചോദിക്കും. അല്ല അത് പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതി ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുവാണ്. കാരണം ചന്ദ്രമതിക്ക് പറയണേ എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ശ്രീകാന്ത് അരികെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് ശ്രീകാന്തിനോട് പറഞ്ഞു, നിനക്കൊന്നും അറിയില്ലേടാന്ന് ചോദിക്കും. എനിക്കെന്താ അമ്മേ, എനിക്കൊന്നും അറിയത്തില്ല. അമ്മ കാര്യം എന്താന്ന് പറ, അമ്മ എന്തിനെ കുറിച്ചാ പറയണേന്ന് ചോദിക്കും. പെട്ടെന്ന് ശ്രുതിയോട് പറഞ്ഞു, അല്ല മോളെ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ വരുമ്പോ എന്ത് ചടങ്ങ കാര്യങ്ങളുള്ളതെന്ന് അതിന് ഇംഗ്ലീഷിൽ എന്താ പറയണേ? മലയാളത്തിൽ എനിക്ക് അറിയത്തില്ല, ഇംഗ്ലീഷിൽ എന്തോ പേര് പറയുള്ളൂ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞു, അമ്മേ എനിക്കൊരു കോള് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അവിടെ കയറി ചെന്നപ്പോ ആ മുറി കണ്ടപ്പോ ശ്രീകാന്ത് ഒരു നിമിഷം ഒന്ന് അമ്പരന്ന് പോയി. മുറിയൊക്കെ നല്ല മണിയാറ പോലെ ഒരുക്കിയിരിക്കുന്നു. ഓഹോ, അപ്പം തന്റെ വർഷയുടെ ആദ്യരാത്രിയാന്ന് കരുതി മുറിയൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. ആ മുറിയിലേക്ക് ആഗമനവും നോക്കി. ഈ സമയത്ത് ചന്ദ്രമതി വർഷയോട് പറഞ്ഞു, അതെ മോൾക്ക് മനസ്സിലായില്ലേന്ന് ചോദിക്കും. അമ്മ തെളിച്ചു പറഞ്ഞാലേ എനിക്ക് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. പെട്ടെന്ന് തന്നെ പറഞ്ഞു, അല്ല മോളെ, ഈ കല്യാണം കഴിയുമ്പോ ശാന്തി മുഹൂർത്തം എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, ശാന്തി മുഹൂർത്തം കുറിക്കില്ലേന്ന് ചോദിക്കുക. ആഹാ, മുഹൂർത്തമൊക്കെ നോക്കിയാവൻ ഞങ്ങൾ ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം കഴിച്ചെന്ന് പറയും. മോളെ ആ മുഹൂർത്തം അല്ല. പുറകെ വന്ന് രേവതി അത് കേട്ട് കഴിയുമ്പോൾ ചിരിക്കുവാണ്. രേവതിക്ക് ചിരി വന്നു, കാരണം വർഷയ്ക്ക് അങ്ങനെയൊന്നും പറഞ്ഞ അറിയില്ലെന്ന് മനസ്സിലായി. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഫസ്റ്റ് നൈറ്റോ? ഓ ഫസ്റ്റ് നൈറ്റ് അതാണല്ലേ. അല്ലേ അമ്മേ, ആ കാര്യത്തിൽ അമ്മ പേടിക്കണ്ട കേട്ടോ, അതൊക്കെ എപ്പോഴേ കഴിഞ്ഞാന്ന് പറയണേ. ഫസ്റ്റ് നൈറ്റോ? അതേന്നെ, ഇതിപ്പോ എത്രാമത്തെ നൈറ്റാന്ന് പറയാം, ഞാൻ ഒന്ന് കണക്ക് കൂട്ടി നോക്കട്ടെ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിക്കാണെങ്കിൽ മുഖത്തടി ഏറ്റവുമല്ലേ ഇപ്പൊ. ചന്ദ്രമതി അതൊരിക്കലും പ്രതീക്ഷ കാര്യമില്ല. പക്ഷെ ഇങ്ങനെ വെട്ടി തുറന്ന് പറയുന്നുള്ളേ. അകത്ത് നിന്നിരുന്ന ശ്രീകാന്തും ആകെപ്പാടെ നാണം കെട്ട് നിൽക്കുക. ഇപ്പോൾ അവള് പറയുന്നത് താനെന്ന് മനസ്സിൽ ഓർത്തോളൂ. അവളെല്ലാം പറഞ്ഞു. ദൈവമേ, അമ്മ എന്ത് വിചാരിച്ചു കാണും എന്നോർത്തിട്ട് പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അതേ അമ്മേ, വർഷം മുറിയിലേക്ക് വരട്ടെ, ഫ്രഷ് ആയി വരട്ടെ എന്ന് പറയണം. അതേ മോളുടെ കാര്യം ചെയ്യാം, മുറിയിലേക്ക് പോയി ഫ്രഷ് ആയിട്ട് വരാൻ പറയണം. അങ്ങനെ വർഷനെ അങ്ങോട്ട് കയറ്റി വിടുക. ഈ സമയം ശ്രുതിയുടെ അടുത്ത് ചന്ദ്രമതി പറഞ്ഞു, എന്നാലും ദൈവമേ, ഈ പെൺകൊച്ചി ശരിക്കും ഇത് എന്തൊക്കെയാ പറയണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയൊക്കെയാണോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതി പറഞ്ഞു, ഇപ്പൊ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ കല്യാണത്തിന് മുമ്പാണോ കല്യാണത്തിന് ശേഷമാണോ എന്ന് അറിയേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് അത് ചോദിക്കാൻ മേലാനും ചോദിക്കും. ഇതേടൻ ചന്ദ്രമതി പിന്നെ ഒന്നും മിണ്ടാതെ പൊക്കോ, ഞാൻ എങ്ങനെയാ ചോദിക്കുന്നേ? ഈ പെങ്കൊച്ചാണെങ്കിൽ ഒരു മറയൊന്നും ഇല്ലാതെ വിളിച്ചു വെട്ടി തുറന്നെല്ലാം വിളിച്ചു പറയുന്നേ. ഇതിന്റെ സ്വഭാവം എങ്ങനെയാണോ
ഇനിയിപ്പോ ഇതിങ്ങനെ തന്നെ പറയുന്നതാണോ? ആർക്കറിയാം സത്യമാണോ ഇനിയിപ്പം കള്ളമാണോ പറയണെന്നൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു, അതെ അമ്മയ്ക്ക് അറിയത്തില്ലാത്തോണ്ടാ. ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ എല്ലാം അപ്ഡേറ്റഡ് ആണ്, കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അവർക്ക് ഇങ്ങനെ ശാന്തി മുഹൂർത്തം നോക്കേണ്ട കാര്യം അതിന്റെ കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. എന്നാലും എന്റെ ഭഗവാനെ ഞങ്ങളുടെയൊക്കെ കല്യാണ സമയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു, അതെ ആ കാലമല്ലമ്മേ, ഇപ്പോഴത്തെ കാലം വേറെയാ, 2K കിഡ്സ് എന്നൊക്കെ പറയല്ലേ. ഓ ശരിയാ, ഇപ്പോഴല്ലേ ഇതൊക്കെ മനസ്സിലായെന്ന് പറയാണ്. പിന്നീട് വർഷ അകത്ത് പോയിട്ട് കുളിയെല്ലാം കഴിഞ്ഞും കൊണ്ട് ഇറങ്ങി വരുവാണ്. കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേനും ചന്ദ്രമതി ആകപ്പാടെ വർഷനെ ഒന്ന് അടിമുടിയൊന്ന് നോക്കി. പിന്നീട് ശ്രീകാന്തിനെ ഇങ്ങനെ അടുത്തേക്ക് വിളിക്കുവാണ്. ശ്രീകാന്തിനോട് ഇത് എന്ത് വേഷമാണെന്ന് ചോദിക്കും. ഇവിടെ അല്ലമ്മ അത് അവിടെ അങ്ങനെ, അതെ ഇന്ന് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രിയാന്ന് അറിയുള്ളൂ, അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ. അവള് പറഞ്ഞല്ലേന്ന് ചോദിക്കും. എടാ മോനെ, ഈ കുടുംബത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ദിവസമാണ്, അപ്പൊ അതിന് അതിൻ്റെതായ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും. പിന്നീട് വർഷയോട് എന്നിട്ട് ചോദിച്ചു, അല്ല മോളെ നീ ഇതെന്താ ഇങ്ങനത്തെ വേഷമൊക്കെ ധരിച്ച് വന്നിരിക്കുന്നേ, ഒരു കുട്ടിയുടുപ്പൊക്കെ ഇട്ടണ്ടാ വന്നിരിക്കുന്നേ. അല്ലമ്മ എന്റെ വേഷത്തിന് എന്താ കുഴപ്പമിരിക്കുന്നേ, ഞാൻ അവിടെ അങ്ങനെയാണല്ലോ, എന്റെ വീട്ടിലാണെങ്കിലും അതെ, ഇതേ ശ്രീകാന്തിന്റെ അടുത്താരെങ്കിലും അതെ ഇതുപോലത്തെ വേഷമൊക്കെ ഇട്ടോടാ ഞാൻ ഇരിക്കുന്നത്. അല്ല മോളെ കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസമല്ലേ, അപ്പൊ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പം സാരിയൊക്കെ കൊടുത്ത് വേണം മുറിയിലേക്ക് കയറി ചെല്ലാനെന്ന് പറയാം. സാരി കൊടുത്തോ അമ്മേ, ഈ സാരി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാ, അത് വലിച്ചു വാരി കൊടുക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് തന്നെ വല്ല കുറച്ച് സമയത്തിന് വേണ്ടിയിട്ട് എന്തിനമ്മ ഈ സാരിയൊക്കെ കൊടുക്കണേന്ന് ചോദിക്കാം. അതങ്ങനെയല്ല മോളെ, സാരിയൊക്കെ കൊടുത്ത് വേണ്ട മുറിയിലേക്ക് പോകാനായിട്ടെന്ന് പറയാം. എന്റെ അമ്മേ എനിക്ക് സാരി കൊടുക്കാൻ അത്രയ്ക്ക് വശമൊന്നുമില്ല. ദേ അവിടെയാണ് സമയത്ത് ശ്രീകാന്ത് ആയിരുന്നു എന്നെ ഒന്ന് സാരി ഉടുപ്പിച്ചാൽ ഹെൽപ്പ് ചെയ്തോണ്ടിരുന്നേ, ശ്രീകാന്ത് ഉടുപ്പിച്ചു വിട്ടോണ്ടിരുന്നേ. പെട്ടെന്ന് ചന്ദ്രമതി ഒന്ന് നോക്കുവാണ്. ഇത്രയും കാലം ഇവിടെ ഉണ്ടായിട്ട് തന്റെ സാരിയുടെ ഫ്ലീറ്റ് പോലെ ഒന്നും പിടിച്ചേരാത്തവനാ സാരി ഉടുപ്പിക്കാൻ പോയിക്കുന്ന ഭാര്യനെ. ശ്രീകാന്തിനാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവളെല്ലാം എങ്ങനെ വെട്ടി തുറന്ന് പറയുന്നുള്ള കാര്യം ശ്രീകാന്തിന് അറിയത്തില്ല. ഇവളുടെ മനസ്സിലൊന്നുമില്ല, എന്തായാലും ഉണ്ടെങ്കിൽ കള്ളത്തരമൊന്നുമില്ല, അത് വിളിച്ചങ്ങോട്ട് പറഞ്ഞേക്കും. പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു, അമ്മേ ഞാന് പെട്ടെന്ന് തന്നെ രേവതി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ ഉടുപ്പിക്കാം, വർഷയ്ക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ല, ഞാൻ ഉടുപ്പിക്കാന്ന് പറയണേ. ഇത് കേട്ടാൻ ചന്ദ്രമതി ചോദിച്ചു, നിനക്ക് അവിടെ വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിക്കും. പണിയെ കഴിഞ്ഞമ്മേ, ഒരു കാര്യം ചെയ്യാം, അവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട, അവിടെ മൊത്തം പൊടിയാന്ന് പറയണേ. രേവതിക്ക് മനസ്സിലായി തന്നെ അവിടുന്ന് മനഃപൂർവ്വം മാറ്റുന്ന, താനും പക്ഷേ തമ്മിൽ ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല, തങ്ങൾ തമ്മിൽ സംസാരിക്കാൻ പാടില്ല, അതാണ് അമ്മ തന്നെ അങ്ങനെ അകറ്റി നിർത്തുന്നതെന്ന്. പിന്നീട് പറഞ്ഞു, അതെ മോള് വിഷമിക്കണ്ട, ഇവിടെ ഒരു ബ്യൂട്ടീഷ്യൻ ഉള്ളപ്പോൾ മോൾ എന്തിനാ പേടിക്കണേ. പിന്നീട് ശ്രുതിനെ അങ്ങോട്ട് വിളിക്കുകയാണ്. ശ്രുതി അങ്ങോട്ട്, എന്താമേ, അതെ വർഷമോളെ ഇന്ന് സാരി ഉടുപ്പിക്കാൻ പറയണം, അത്യാവശ്യം മേക്കപ്പും കാര്യങ്ങളും ചെയ്തോളൂ, ഇന്ന് അവരുടെ ആദ്യ രാത്രി അല്ലേന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, അതിനെന്താ, വരാനും പറഞ്ഞുകൊണ്ട് വർഷേനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ സമയം ടെറസിലേക്ക് എന്നിട്ട് സച്ചിക്ക് ആകപ്പാടെ കട്ടക്കലിപ്പായിരുന്നു. ഇങ്ങോട്ട് വരല്ലെന്ന് കരുതിയിരുന്ന ശ്രീകാന്ത് അവനിങ്ങോട്ട് വരികയും ചെയ്തു. തന്റെ മുറി കൈയടക്കുകയും ചെയ്തു. താനാണെങ്കിൽ ടെറസിന്റെ മുകളിലാവുകയും ചെയ്തു. ആകെപ്പാട് ടെൻഷനായിരുന്നു, എന്ത് ചെയ്യാനാന്ന് എന്നോർത്തോണ്ട് ഒരു പായം തലയെടുത്ത് അവിടെ ഇങ്ങനെ മാനത്തേക്ക് നോക്കി കിടക്കുവാണ്. അപ്പൊ മാനത്ത് ഇങ്ങനെ ചന്ദ്രനെ കണ്ടു. ദേ ചന്ദ്രനും തനിയെ, താനും തനിയെ, ചന്ദ്രനും കൂട്ടില്ല, ചന്ദ്രനും ഇങ്ങനെ വീടും കൂടിയില്ലാതെ ഇരിക്കുവാന്ന് തോന്നുന്നത്. അതുപോലെ തന്നെ തന്റെ അവസ്ഥ, മുറിയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം, ഇങ്ങനെ ടെറസിന്റെ മുകളിൽ വന്ന് കിടക്കാനാ യോഗം എന്നാ തോന്നുന്നത്. ഇനി എത്ര കാലത്തേക്ക് ഇങ്ങനെ കിടക്കേണ്ട വരുമോ. മിക്കവാറും വർഷം ശ്രീകാന്ത് തന്റെ ദേവതയുടെ മുറി കൈയടക്കുന്ന ലക്ഷണം കാണുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ഓരോ വിധി, അല്ലാതെ എന്ത് ചെയ്യാനാന്ന് ഓർക്കുവാണ്. പിന്നീട് വർഷനെ റെഡിയാക്കാനായിട്ട് ശ്രുതി മുറിയിലേക്ക് ഏറ്റിക്കൊണ്ട് പോവാ. അങ്ങനെ സാരിയൊക്കെ നന്നായിട്ട് ഉടുപ്പിച്ചു കൊടുത്തു. പക്ഷെ എങ്ങനെ കണ്ണാടിക്കകത്ത് നോക്കി, കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട്, എന്റെ കല്യാണത്തിന് പോലും ഇത്ര വൃത്തിക്ക് ആ സാരി ഉടുത്തിട്ടില്ല, സമ്മതിച്ചു തന്നിരിക്കുന്നു, ഇതൊരു അപാര കഴിവ് തന്നെയാന്ന് പറയണേ. ഇത് കേട്ട ശ്രുതി പറഞ്ഞു, എന്റെ ഡ്യൂട്ടി ഇത് തന്നെയല്ലേ, ഞാനൊരു ബ്യൂട്ടീഷ്യൻ അല്ലേ, അപ്പൊ എനിക്ക് സാരിയൊക്കെ ഉടുപ്പിക്കുന്നല്ലേ എന്റെ തൊഴിലെന്ന് ചോദിക്കാം. എന്താണ് കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണം. പിന്നീട് പറഞ്ഞു, അതെ അത്യാവശ്യം ലൈറ്റ് അടിച്ചിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ടേന്ന് ചോദിക്കാം. അതെ ഒത്തിരി പുട്ടിയൊന്നും കാര്യമില്ല, ഇച്ചിരി സമയം കഴിയുമ്പോഴത്തേനും അതെല്ലാം തൂത്ത് കളയാനുള്ളതല്ലേ, വെറുതെ എന്തിനാ അത് വേസ്റ്റ് ആക്കണമെന്ന് ചോദിക്കാം. ഇത് കേട്ട ശ്രുതി ഒന്ന് ചിരിക്കണം. വർഷ പറഞ്ഞു, എന്താണെങ്കിലും എനിക്ക് 2 ചേച്ചിമാരെ കിട്ടിയത് എന്റെ ഭാഗ്യം, ഞാൻ വീട്ടിൽ ഒറ്റ മോളാ, അതുകൊണ്ട് എനിക്ക് ഈ സ്നേഹമൊന്നും കിട്ടിയല്ല, അനിയത്തിമാരുടെ ചേച്ചിമാരുടെ സ്നേഹമൊന്നും കിട്ടിയല്ല ഞാൻ വളർന്നേ, ഒറ്റയാതൊക്കെ അതുകൊണ്ട്. പക്ഷെ ഇനിയിപ്പോ എനിക്ക് ആ പേടി വേണ്ട, ഇവിടെ നിങ്ങളെല്ലാരും എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ടില്ലേന്ന് ചോദിക്കുക, അതുകൊണ്ട് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ലാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, എന്റെ കാര്യം ഓക്കെ, പക്ഷെ രേവതിയുടെ കാര്യം എനിക്ക് അറിയില്ല എന്ന് പറയാം. അതെന്താ അങ്ങനെ പറഞ്ഞേ, സച്ചിനെ കുറിച്ച് അറിയാലോ. ഓ സച്ചി, എനിക്ക് അയാളങ്ങ് ഇഷ്ടമില്ല എന്ന് വർഷ പറയണേ. എന്തൊരു തോന്നിയാസം അയാൾ കാണിക്കുന്നേ, എന്തൊരു ദേഷ്യം എല്ലാവരും കാണിക്കുന്നേ. ഞങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട് നേരത്തെ ഒരുങ്ങിയതാ, പക്ഷെ എങ്കില് ശ്രീകാന്തിനാണെങ്കിൽ സച്ചേനെ ഭയങ്കര പേടിയാ. സച്ചേട്ടൻ എന്ന് പറയുമ്പോ തന്നെ ശ്രീകാന്തിന് മുട്ട് കൂട്ടിയിടിക്കാൻ തുടങ്ങുമെന്ന് പറയാം. ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, ആദ്യം എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോ എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, എന്നെ അടിച്ചിട്ടുണ്ടെന്ന് പറയണേ. അടിച്ചിട്ടുണ്ടോ, അതെന്തിനാ, അതൊക്കെ നടന്ന കാര്യങ്ങൾ അതൊക്കെ, എന്നിട്ടോ
തല്ല് മേടിച്ചോണ്ട് വെറുതെ ഇരുന്നോ? ശ്രുതി ഒന്നും പറഞ്ഞില്ലേന്ന് ചോദിക്കും. ശ്രുതി എന്ത് പറയാനായിട്ടാ, ഞാൻ തല്ലു കൊണ്ടോണ്ടിരുന്നു. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ തിരിച്ച് 2 കൂടെ കൊടുത്തേനെന്ന് പറയാ. തിരിച്ചു തല്ലാനാ? അതെ, നമ്മുടെ ദേഹം നൊന്നു കഴിഞ്ഞ പിന്നെ നമ്മൾ തിരിച്ചല്ലേ, നമ്മൾ തന്നെ വിട്ടുകൊടുക്കട്ടെ. അതിന്റെ കാര്യമൊന്നുമില്ല, നമ്മൾ ആരുടെ അടിമയൊന്നും അല്ല. എനിക്ക് അയാളെ ഇഷ്ടമില്ലാത്ത പാവൻ രേവതി എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. അല്ല, ഈ രേവതി എന്തിനാ ഇയാളെ കല്യാണം കഴിച്ചെന്ന് ചോദിക്കുക. എന്താളും ഇയാളെ പോലെ ഒരാളെ ഒരിക്കലും കല്യാണം കഴിക്കണ്ടായിരുന്നു, ആ സച്ചിനെ പോലെ ഒരാളെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, അതൊക്കെ ഒരു കഥയാ, അതൊക്കെ പിന്നീട് മനസ്സിലാവുന്ന പറയാം. കഥ എന്ത് കഥ? അതൊക്കെ എന്താളും പിന്നീട് വലിയ മനസ്സിലായിക്കോളൂ എന്ന് പറയാം. എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് വർഷയ്ക്ക് മനസ്സിലായി. ആദ്യം ശ്രുതിക്ക് വേണ്ടി ആലോചിച്ച ഇതൊന്നും അറിയത്തില്ലോ, അതുകൊണ്ടാണ് വർഷ അങ്ങനെ ചോദിക്കുന്നത് തന്നെ. പിന്നീട് ശ്രുതി ചോദിച്ചു, അല്ല മലേഷ്യയിൽ എവിടെയാ വീടെന്ന് ചോദിക്കുക. ഇത് കേട്ട ശ്രുതി ഒന്നും പരമി. കാരണം വർഷയോട് ഒരു വാക്കും സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം സംസാരിക്കാനായിട്ട്. അവൾക്ക് ഇച്ചിരി ബുദ്ധി കൂടുതലാ. അല്ല അതെന്താ വർഷ അങ്ങനെ ചോദിച്ചേ? അല്ല എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ, അപ്പൊ അവളോട് ചോദിച്ചാൽ അറിയാലോ, സ്ഥലമൊക്കെ അറിയാവോ, ഇനിയിപ്പം ശ്രുതിയുടെ അച്ഛനൊക്കെ അറിയാവോന്ന്, അതുകൊണ്ട് ചോദിച്ചാന്ന് പറയാം. അതിപ്പം അവിടെ പറഞ്ഞിട്ടുണ്ടേ അറിയത്തില്ലായിരിക്കും. എനിക്കും കൃത്യമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയത്തില്ല എന്ന് പറയാം. അതെന്താ സ്ഥലപ്പേര് അറിയത്തില്ല എന്ന് ചോദിക്കുക താമസിക്കുന്നത്? ആ സ്ഥലപ്പേരറിയാം, പക്ഷേങ്കിൽ ഞങ്ങൾ എയർപോർട്ടിനടുത്തായിട്ട് ടൗണിൽ തന്നെ താമസിക്കുന്നത്. ഓ അങ്ങനെയല്ലേ. പിന്നീട് ആകെപ്പാട് ടെൻഷനായി പോയി ശ്രുതിക്ക്. ഇനിയിപ്പോ ഇവളോട് കള്ളത്തരങ്ങളൊക്കെ സൂക്ഷിച്ചു വേണം, ഇവളെന്താ ഇനി പറയാൻ പോണെന്ന് പറയാൻ പറ്റില്ല. പിന്നീട് വർഷ ചോദിച്ചു, അല്ല ഇനി എന്തേലും പോകുന്നുണ്ടോന്ന് ചോദിക്കാം, മലേഷ്യക്ക് ഉടനെ അങ്ങനെ പോകുന്നുണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടതും ശ്രുതിയെ പെട്ടെന്നൊന്നും പോകുന്നില്ലെന്ന് പറയണേ. ഡാഡിക്ക് ഓരോ ബിസിനസ് ആയതുകൊണ്ട് അവിടെ ചെന്നാലും ഡാഡിനെ കാണാൻ പറ്റില്ല, അതുകൊണ്ടാന്ന് പറയണേ. അന്നൊരു കാര്യം ചെയ്താലോ, ഇനി പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോയാലെന്ന് ചോദിക്കും. ഇത് കേട്ടതും വർഷം ഒന്നും ശ്രുതി ഒന്നും ഞെട്ടി. എന്താ മറുപടി പറയണ്ടേ? പെട്ടെന്ന് തന്നെ ശ്രുതി മിണ്ടാതിരിക്കാൻ പറയണേ. മിണ്ടാതിരിക്കണം, അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല ലിഫ്റ്റിക്ക് ഇടാൻ പോവാ, അതുകൊണ്ടാന്ന് പറയണേ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ. പിന്നീട് കണ്ണെഴുതാനായിട്ട് ഐലൈനർ നോക്കുവാടെ, ഐലൈനർ കണ്ടില്ല. അപ്പത്തേനും ശ്രുതി അങ്ങോട്ട് വന്നു. ശ്രുതിയോട് പറഞ്ഞു, അതെ ശ്രുതി ഐലൈനർ നമ്മുടെ മുറിയിൽ ഇരിപ്പുണ്ടായിരിക്കും, ഒന്ന് എടുത്തോണ്ട് വരാമെന്ന് ചോദിക്കുക. അതിനെന്താ, ഞാൻ പോയി എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് വർഷ പറഞ്ഞു, അതെ ഞങ്ങൾക്ക് ഉടനെ ഒരു കാറൊക്കെ എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അല്ല ഇവിടുത്തെ ശ്രുതിക്ക് ജോലി ഷോറൂമിലാന്നല്ലേ, കാർ ഷോറൂമിലാന്നല്ലേ പറഞ്ഞെന്ന് ചോദിക്കാം. അതെ കാർ ഷോറൂമിലെ ജോലി. ആ ശ്രുതിയോട് പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല വണ്ടി തന്നെ അവന് എടുത്തു തരുമെന്ന് പറയാണ്. പോരാത്തേന് അവിടെ അവന് നല്ല പരിചയം ഉണ്ടല്ലോ, അവൻ കാർ ഷോറൂമിലല്ലേ ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കാം. അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ ഒരു കാർ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ശ്രീകാന്തിനോട് പറയുകയും ചെയ്താന്ന് പറയണം. അപ്പത്തേക്കും ശ്രുതി അങ്ങോട്ട് വരണം. മുറിക്ക് പുറത്ത് വന്നപ്പോ ഈ കാര്യങ്ങളൊക്കെ ഇട്ടു. താൻ കാർ ഷോറൂമിൽ ജോലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്റെ ഭഗവാനെ പെട്ടോ, ഇനി കാർ എടുക്കാനെങ്ങാനും അങ്ങോട്ട് ചെന്നിട്ടെങ്കിൽ മാനേജർ വരെയും ശ്രുതിക്ക് ഇവിടെ ജോലിയില്ല, ഒന്നുമില്ല, അവൻ മാസങ്ങളായി പോയിട്ട് കുറച്ചു ദിവസം മാത്രം ഇവിടെ ജോലി ചെയ്തോളന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ തന്റെ കള്ളത്തരങ്ങളൊക്കെ ഉടനെ പുറത്താവും. എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടല്ലേ മതിയാവുള്ളൂ. ആകെപ്പാട് ടെൻഷനായി പോയി ശ്രുതിക്ക്. ശ്രുതി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് ശ്രുതി കഥയെ മുട്ടുവാണ്. ശ്രുതി ഒന്ന് കഥ വന്നാ കിട്ടിയ ഐലൻഡർ കിട്ടിയോന്ന് ചോദിക്കും. ഇല്ലാന്ന് പറയാം. അതെന്താ കിട്ടാത്തെ? ഞാൻ അവിടെ എല്ലാം നോക്കി, പക്ഷെ അവിടെയും കണ്ടില്ല, നീ വന്ന് നോക്കാൻ പറയണം. ഈ ശ്രുതിയുടെ ഒരു കാര്യം. പിന്നീട് വർഷയോടെ എന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ പോയി ഐലൻഡർ എടുത്തോണ്ട് വട്ടേന്ന് പറയണം. അങ്ങനെ മുറിയിലേക്ക് എല്ലുവാണ്. മുറി ചെന്ന് കഴിഞ്ഞപ്പത്തേനും ശ്രുതി പെട്ടെന്ന് അങ്ങോട്ട് കഥ അടിച്ചു. എന്തിനാ കഥ അടിച്ചെന്ന് ചോദിക്കും. അതെ ഇപ്പൊ എന്തിനാ ഈ പാതിരാത്രിക്ക് ഐലൈനർ ഒക്കെ ഇടുന്നതെന്ന് ചോദിക്കും. അതെന്താ, അതിന്റെ കാര്യമുണ്ടോ? കാരണം ഇനി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ വർഷം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിയുടെ മനസ്സ് മാറിപ്പോയാലോ. ഇനിയിപ്പൊ നാളെ എങ്ങനെ കാർ ഷോറൂമിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ അതോടുകൂടി തീർന്നു. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അതെ ഐലൈനർ എഴുതണം, കാരണം ഞാൻ എഴുതി കൊടുക്കാന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഒന്നും കാര്യമില്ല, ഇവിടെ നിൽക്കാൻ പറയാണ്. എന്റെ ഭാര്യനെ വൈകുന്നേരം കുറച്ച് സമയം എനിക്ക് തനിച്ച് കിട്ടുന്നത്, ആ സമയത്ത് അവൾക്ക് മേക്കപ്പ് ഇടാൻ പോകേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് കേട്ടതും ശ്രുതി പെട്ടെന്ന് പറഞ്ഞു, അല്ല പിന്നെ അത് പിന്നെ ഞാൻ ചെയ്യാൻ നേറ്റ കാര്യമല്ലേ, അതൊന്നും കുഴപ്പമില്ല, ഇവിടെ നിൽക്കാനും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ പോയിടം കെട്ടിപ്പിടിക്കണം. അതെ അവൾ എത്ര മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ ഭാര്യ അവളെക്കാൾ സുന്ദരി, മേക്കപ്പ് ഒന്നും ഇട്ടില്ലേലും എന്റെ ഭാര്യനെ കാണാൻ എത്ര സുന്ദരിയാന്ന് അറിയാന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതിനെ അങ്ങോട്ട് പൊക്കുവാണ്. ഇത് കേട്ട് ശ്രുതി പറഞ്ഞു, സത്യമാണോന്ന് ചോദിക്കണം. പിന്നെ സത്യമല്ലാതെ ഞാൻ ഇതിനെ കള്ളത്തരം പറയണേ, എന്റെ ഭാര്യയുടെ എത്ര സൗന്ദര്യം ഈ വീട്ടിൽ വന്ന് കയറി ബാക്കി 2 മരുമക്കൾക്കും ഇല്ലെന്ന് പറയണം. പിന്നെ കള്ളത്തരം പറയില്ലെന്ന് പറയും. കള്ളത്തരമല്ല ഉള്ളതല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ എന്റെ മോളൂനെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിനെ അങ്ങോട്ട് സോപ്പിട്ട് നന്നായിട്ട് അങ്ങോട്ട് പതപ്പിക്കുകയാണ്. പിന്നീട് ശ്രുതി പറഞ്ഞു, അതെ ഞാൻ പോയി ഐലൈനർ എടുത്തോണ്ട് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഐലൈനർ എടുത്തോണ്ട് മുറിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ വർഷയുടെ കണ്ണൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞും പറഞ്ഞു, ഇപ്പൊ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്, അതെ എനിക്ക് എന്താണല്ലോ ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന് പറയണം. അപ്പത്തേനും രേവതി അങ്ങോട്ട് കയറി വന്നു. രേവതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ശ്രുതി അങ്ങോട്ട് മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോകാൻ തുടങ്ങുമായിരുന്നു. ശ്രുതി രേവതിനെ ഒന്ന് നോക്കി. ഈ രേവതി മൈൻഡ് ചെയ്തില്ല. ശ്രുതിയുടെ അടുത്തേക്ക് വർഷയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ ഇപ്പൊ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറയണം. ഇപ്പൊ ശരിക്കും കണ്ട ഒരു കല്യാണ പെണ്ണെ പോലെ ഉണ്ടെന്ന് പറയണം. മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു.
അല്ല അപ്പൊ അന്ന് എന്നെ ചേച്ചി കണ്ടില്ലേന്ന് ചോദിക്കും ക്ഷേത്രത്തിൽ വെച്ച്. അപ്പൊ അന്ന് ഞാൻ ഒരുക്കിയിട്ട് കണ്ടില്ലെന്ന് ചോദിക്കും. അത് പിന്നെ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചു പോലില്ല. എന്തിനേറെ പറയുന്നു, സാരി പോലും ശ്രദ്ധിച്ചില്ല. പാന്റാണോ ഷർട്ടാണോ അത് ചുരിദാറാണോ ഇട്ടേന്ന് പോലും ഞാൻ ശ്രദ്ധിച്ചില്ലെന്ന് പറയാം. അതെന്താ അങ്ങനെ? ആ സമയത്ത് വെപ്രാടം അല്ലായിരുന്നോ? അത് ആ സമയത്ത് സാരിയോ ബ്ലൗസോ നോക്കാനുള്ള സമയം എന്തേലും ഉണ്ടായിരുന്നു ചോദിക്കും. ഓ അങ്ങനെയാണല്ലോ അല്ലേന്ന് പറയണം. അതെ ഇതെന്താ ഈ സാരി മാറിക്കിടക്കണെന്ന് പറഞ്ഞോണ്ട് ആ സാരിയുടെ ഫ്ലീറ്റ് ഒന്ന് ശരിക്കും പിടിച്ചിടാനായിട്ട് രേവതി അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോഴത്തേനും ചന്ദ്രമതി അങ്ങോട്ട് കയറി വന്നു. ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു, നീ എന്താ ഇവിടെ കാണിക്കണം എന്ന് നിൽക്കും. അല്ലമ്മ ഞാൻ വർഷയുടെ സാരി ഒന്ന് നേരെ ഇടാനായിട്ട്. അതെ ശ്രുതി നല്ല ഭംഗിക്ക് ഉടുപ്പിച്ചിട്ട് പോയതാ, നീ അതിന്റെ ഇടയ്ക്കേക്ക് കയറേണ്ട ആവശ്യമില്ല. അതെ നിനക്ക് അവിടെ ഒരു ജോലി ഇല്ലെന്ന് ചോദിക്കും. ജോലികളൊക്കെ തീർന്നമ്മേ, ഒരു കാര്യം ചെയ്യാ, വർഷയ്ക്കും ശ്രീകാന്തിനുള്ള പാലൊക്കെ തിളപ്പിച്ച് വെക്കാൻ പറയണം. അമ്മേ പാലൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറി പോവല്ലേ, അത് ആ സമയത്ത് എടുത്താൽ പോരെന്ന് ചോദിക്കും. ഓഹോ അങ്ങനെയാണോ, നീ ഒരു കാര്യം ചെയ്യാ, വെറുതെ പാല് തിളപ്പിക്കണ്ട, അതിനകത്ത് ബദാമും കശുവണ്ടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുങ്കുമപ്പൂ ഒക്കെ ഇട്ട് വേണം പാല് കൊണ്ടുവരാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വർഷ വെച്ചു, ഇതെന്താ ആന്റി, ഇതെന്താ വല്ല മെഡിസിനാണോ എടുക്കണേന്ന് ചോദിക്കാം. മെഡിസിൻ അല്ല മോളെ, പാലെടുക്കുന്ന അതൊക്കെ വിട്ട് വേണം കുടിക്കാന്ന് പറയാം. എന്റെ ആന്റി അതൊന്നും ഹെൽത്തിന് അത്ര നല്ലതല്ല, എല്ലാം കൂടെ പൊടിച്ചിട്ട് കുടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണം. പിന്നെ ഈ വൈകുന്നേരം പാല് കുടിക്കാനോട് എനിക്ക് അത്ര താല്പര്യമില്ല, അറിയാലോ, എനിക്ക് അങ്ങനെ പാലധികം ഇഷ്ടമില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, അതെ ഇവിടെ ചില ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതുകൊണ്ട് പാല് കൊണ്ട് തരാതിരിക്കാൻ പറ്റില്ല, മോൾ ഇവിടെ നിൽക്കാന്ന് പറയണം. അവള് പോയി ചെയ്തോട്ടെ എന്ന് പറയാണ്. പിന്നീട് രേവതിനെ അങ്ങോട്ട് പറഞ്ഞു വിടുക. രേവതി അങ്ങോട്ട് പോയി. പിന്നീട് വർഷയുടെ സാരിയൊക്കെ പിടിച്ച് നേരെയാക്കിട്ട് പറഞ്ഞതേ അവളെ കൊണ്ട് തൊടിയിപ്പിക്കൊന്നും വേണ്ടെന്ന് പറയാം. അതെന്താ ആന്റി അങ്ങനെ പറഞ്ഞു? അവൾക്കൊന്നും അറിയത്തില്ലെന്നേ, അവളുടെ വിചാരം അവൾ ഈ വീട്ടിലെ വലിയ ഏതോ ആളാന്നാ. പക്ഷെ അവൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവൾക്ക് ആകെപ്പാടെ അറിയാവുന്ന ഇച്ചിരി കഞ്ഞിയും കറിയൊക്കെ വെക്കാനായിട്ടാ. മോൾക്ക് എന്തേലും ആവശ്യമുണ്ടെങ്കിൽ മോൾ ശ്രുതിനെ വിളിച്ചാൽ മതി, അവൾ ഒന്ന് സെറ്റ് ചെയ്ത് തരുമെന്ന് പറയാം. ശരി ആന്റി എന്ന് പറയാണ്. പിന്നീട് രേവതി എന്ത് ചെയ്യണം, അടുക്കള പോയി പാലൊക്കെ തിളപ്പിച്ചൊക്കെ വെച്ചിട്ട് കുങ്കുമപ്പൂവും ബദാമും എല്ലാം എടുത്ത് അതിനകത്തേക്കെല്ലാം ഇട്ട് മൂടി നല്ല സെറ്റാക്കി വെക്കുവാണ്. അത് സെറ്റാക്കി വെച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേനുമാണ് സച്ചി അങ്ങോട്ട് വരുന്നത്. സച്ചിക്കാണെ നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. സച്ചി രേവതിനെ വിളിച്ചു, രേവതി കുടിക്കാനോ വെള്ളമൊന്നും ഇല്ലെന്ന് ചോദിക്കുക. അവിടെ ഇരിപ്പിന്റെ അടുത്ത് കുടിച്ചാളാൻ പറയാണ്. അങ്ങനെ സച്ചി അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ മൂടി വെച്ചേക്കുന്നുണ്ട്. ആഹാ കൊള്ളാലോ നോർത്ത് തുറന്നു നോക്കിയപ്പോ പാല് നല്ല കുങ്കുമപ്പൂ ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന. ഓഹോ അപ്പൊ തനിക്ക് വേണ്ടി രേവതി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യണം, സച്ചി അത് മൊത്തം ഒറ്റ വലിക്കോട് കുടിക്കണം. ആ നല്ല ടേസ്റ്റ്, ഇത്രയും ടേസ്റ്റോടുകൂടി അടുത്ത കാലത്തെങ്കിലും അവൾ ഉണ്ടാക്കി തന്നിട്ടില്ല എന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പത്തേന്റെ രേവതി അങ്ങോട്ട് വന്നു. അല്ല സച്ചിയുടെ വെള്ളം കുടിച്ചില്ലേ? ഇതേ നീ എനിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാല് കണ്ട് ഞാൻ അതെടുത്ത് കുടിച്ചെന്ന് പറയണേ. പാലോ? ആ പാലെടുത്ത് കുടിച്ചോന്ന് ചോദിക്കണം. അത് കേട്ടോണ്ടാണ് ചന്ദ്രമതി വന്നേ. ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു, ഓഹോ അപ്പൊ നീ വർഷയ്ക്ക് ശ്രീകാന്തിനും എടുത്തു വെച്ചിട്ട് പാലാണ് എടുത്ത് കുടിച്ചെന്ന് ചോദിക്കും. അവർക്ക് എന്തിനാ പാല്? എടാ അവരുടെ ആദ്യരാത്രിയല്ലേ. ഓ ആദ്യരാത്രി കൊള്ളാലോ, ഓടിച്ചോടി പോയി കല്യാണം കഴിച്ചവർക്ക് ആദ്യരാത്രി കൊടുക്കാണ്ട് പാല് തിളപ്പിച്ച് വെച്ചിരിക്കുന്നു, അത് ഞാൻ അങ്ങോട്ട് കുടിച്ചു, എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയാന്ന് ചോദിക്കാം. പെട്ടെന്ന് ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെടുവാണ്. നിന്നെ പറഞ്ഞാ മതി, നീ എന്തിനാ അവിടെ വെച്ചേ? അവന്റെ കണ്ണിൽ എന്തേലും പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവന്റെ അടുത്ത് തിന്നുന്നുള്ള കാര്യം നിനക്ക് അറിയാവുന്ന കാര്യമല്ലേന്ന് ചോദിക്കും. അമ്മ അല്ല പിന്നെ ഞാനിത് കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണേ. സച്ചു പറഞ്ഞു, രേവതിനെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ ഞാനിപ്പോ പാല് കുടിച്ചെന്നോർത്ത് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട് കേട്ട രേവതി, നല്ല സൂപ്പർ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞോണ്ട് സച്ചി അങ്ങോട്ട് പോവാണ്. ആ സമയം കിളി പോയ അവസ്ഥയില് ചന്ദ്രമതി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നേ. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.